സ്വതക്ക വിപത്തുകളെ തടയുമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല. അതൊരു വെറും വാക്കൊന്നുമല്ല. ആരാണ് കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിന്റെ ഫലം മന്ത്യം വരെ കൂടെ കാണും. അമലുകൾ കുറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെയും അതൊരു താങ്ങാവും. കൈനീട്ടുന്നവന്റെ മുന്നിലും മുഖം തിരിച്ചു കളയുമ്പോൾ ഒന്നാലോചിക്കുന്നത് നല്ലതാണ്. ഈ ജീവിതത്തോട് അള്ളാഹു മുഖം തിരിച്ചു കളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ കൂട്ടിവെച്ചതൊക്കെ. ഈ റമദാനിലും ധാരാളം സ്വതക്കകൾ ചെയ്യാൻ നമുക്ക്. കാസർഗോഡിലെ ഈ ഷാലു ഇച്ച വീഡിയോയിലൂടെ ഒരു പാപ്പരനായി അഭിനയിച്ചതാണെങ്കിലും ഷാലു ഇച്ച തന്ന സന്ദേശം വീഡിയോയിലൂടെ നമുക്ക് കാട്ടിത്തന്നത് ഒരു വിലപിടിപ്പുള്ള സന്ദേശം തന്നെയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റമദാനിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറഞ്ഞതിൽ പെട്ടൊരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. ഒരു സ്വതക്കക്ക് തന്നെ 70ഓളം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തട്ടിയകറ്റാൻ കഴിയുന്നവരെ ഹദീസിൽ കാണാൻ സാധിക്കും. ആ സ്വതക്കത്ത് റദ്ദുൽ ബലായ എന്നാണ്. നിങ്ങളുടെ സ്വത്തൊക്കെ കൊടുത്താൽ തീർച്ചയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് അത് നിങ്ങൾക്ക് കാവൽ നൽകും. ഇന്നൊരു 10 റുപ്യ ഒരാൾക്ക് കൊടുത്താൽ ചുറ്റി തിരിഞ്ഞ എങ്ങനെയും നിങ്ങളുടെ കയ്യിൽ ഒരു 20 റുപ്യ കയ്യിലൊക്കെ എത്തും. അപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പാവപ്പെട്ട ഒരു വ്യക്തി കയ്യെ നീട്ടിയാൽ 10 റുപ്യ ആണെങ്കിൽ 10 റുപ്യ ഉള്ളത് വെച്ച് കൊടുക്കുക. സാമ്പത്തികമായി കയ്യാണെങ്കിൽ കുറേ കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ളതോ നിങ്ങൾ കൊടുത്തതിൻ്റെ ഡബിളായിട്ട് തന്നെ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്.